ധൂപപീഠത്തിന്മേൽ ധൂപം കാട്ടുവാൻ അതെ വായിച്ച സമയം കളയിപ്പിക്കുന്നില്ല. ധൂപപീഠത്തിൽ ധൂപം കാട്ടുവാൻ ഇവന് കയറി അങ്ങോട്ട് ചെന്നപ്പോൾ അസരിയ പുരോഹിതന് ശേഷമുള്ള 70 പുരോഹിതന്മാർ പറഞ്ഞു, ഉസിയാവ് ഇത് നിനക്ക് വിഹിതമല്ല, ഇത് പുരോഹിതന്മാരാ ചെയ്യേണ്ട. ഇവന് അധികാരത്തിൻ്റെ പവർ വെച്ചുകൊണ്ട് അതങ്ങനല്ലെന്ന് പറഞ്ഞ് ഈ ആടി കയറി. അവിടെ ഒരു പദമുണ്ട്, ധൂപം കാട്ടുവാൻ കയ്യിൽ ധൂപകലശം പിടിച്ചിരിക്കുക ഇയാൾ വഴക്കുണ്ടാക്കി. 19 കോച്ചെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കി. മതി എല്ലാം വായിക്കാൻ നേരമില്ല. അപ്പൊ പള്ളിക്കകത്ത് കിടന്ന് ഇവൻ വഴക്കുണ്ടാക്കി. അവന്റെ കാലത്ത് യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത്. സഭയെ കിടന്ന് വഴക്കുണ്ടാക്കുന്നവന്റെ സമയത്ത് എങ്ങനെ പ്രസംഗിക്കും നമ്മൾ? പറ ജോൺ വർഗീസ്, പറ. ഒരുത്തൻ വഴക്കുണ്ടാക്കുക എങ്ങനെ കൊണ്ടുവന്ന പോയിന്റ് എല്ലാം പറയാൻ പറ്റുമോ? സത്യം പറയുന്നവനോട് ഉള്ള പോയിന്റൂടെ മറന്നു പോവുകയുള്ളൂ. അല്ല, ഹോളിനകത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊരിക്കലും സ്ഥലത്ത് ചെന്നപ്പം ഒരു ജനലിൻ്റെ പട്ടയില്ല. ഞാൻ ചെന്ന് അതാണ്ട് അവനെടുത്ത് മറ്റവനിട്ട് അടിച്ചതാണ്. പിന്നെ കമ്മിറ്റി കൂടിയില്ല, അത് വെക്കണ്ടോ എന്ന്. കമ്മിറ്റി കൂടിയല്ലേ ഇത് പറ്റുള്ളൂ. അതാ ഈ പട്ട എടുത്ത് അണ്ടാവൻ കൂനി ഇരിക്കുന്നവൻ മറ്റവനിട്ട് അടിച്ചതാണ്. എന്നെ എവിടോട്ട് ശുശ്രൂഷയ്ക്ക് വിളിച്ചതാണ്. അപ്പൊ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്ന ഉസിയാവിൻ്റെ കാലത്തായി യെശയ്യാവ് ശുശ്രൂഷ ചെയ്യുന്നത്. രണ്ട് വിശ്വാസിതം ഈ ബോൾത്തായാന്ന് എങ്ങനെ ശുശ്രൂഷിക്കും? പറ. ഒരു വിഷയം പറയുമ്പോൾ അവനിട്ടാണ് ഇവൻ കൂറി, മറ്റവൻ ഇട്ടാണ് അവൻ അല്ലേ ലൂയ. നമുക്ക് ചങ്ക് വേദനിക്കുന്നത്. അതെ, എല്ലാം അധികം വിവരിക്കുന്നില്ല. അപ്പം ഉസിയാവിൻ്റെ കാലത്ത് ഇനി 4 എണ്ണമാ. ഉസിയാവ്, യോധ, ആകാസ് എല്ലാം നല്ല പറ്റിയ പുള്ളിക്കാരാ. ചില പാസ്റ്റർമാരോടൊക്കെ ഞാൻ ചോദിക്കുക, ഇവിടെ നേരത്തെ മുന്നേ അപ്പം പറയും ഇന്നെടുത്തിരുന്നതാ. ഞാൻ അവിടെ മറ്റേ പുള്ളിയുടെ കാലത്താണ് ഞാനവിടെ. സ്തോത്രം. അങ്ങനെ ഉണ്ട്, ചിലരുണ്ട്. അപ്പൊ യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത് പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കിയവന്റെ കാലത്താണ്. ഇവനൊരു മകനുണ്ടായിരുന്നു, യോധാം. അവൻ പള്ളിയിലോട്ട് കയറുകയല്ലായിരുന്നു. 27:1. യോധാം വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ 16 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് യെരൂശ എന്ന് പേർ. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. നിങ്ങളുടെ വീട്ടിലൊക്കെയാ താമസിക്കുന്നത്, പക്ഷെ വാക്യം ശരിക്കും വായിക്കണം. അവൾ സാദോക്കിന്റെ വായിച്ചോ സാദോക്കിന്റെ മകളായിരുന്നു. അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല. പള്ളി കയറുകയല്ല. എങ്ങനുണ്ട്? അപ്പൻ പള്ളിക്കകത്ത് കിടന്ന് വഴക്കുണ്ടാക്കുന്നു, മോൻ പള്ളിയിലോട്ട്. ഇവരുടെ കാലത്ത് ആ പുള്ളി ശുശ്രൂഷിക്കുന്ന യെശയ്യാവ്. പള്ളി കിടന്ന് വഴക്കുണ്ടാക്കുന്ന തന്തയും പള്ളിക്കകത്ത് കയറാത്ത പൊന്നുമോനും. ചില രാജ്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ ചോദിക്കും, പിള്ളേരെന്തി? അവര് വേറെ വർഷിപ്പാണ് അവര്. ഞാൻ പിന്നെ വരുന്നുണ്ട്, എഴുന്നേറ്റ് പോകരുത്. മോൻ പള്ളിക്കകത്തോട്ട് കയറുകയല്ല. യവനൊരു മകനുണ്ടായിരുന്നു, യവനൊരു മകനെ. അവൻ പള്ളി പൂട്ടി. 28:24 വായിച്ചേ. ആഹാസ് ദേവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദേവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു. തുടച്ചെന്നല്ല, ഉടച്ചു, അടിച്ചു പൊട്ടിച്ചുവൻ. പുൾപ്പിറ്റ് തല്ലി പൊട്ടിച്ചു, മൈക്കിന്റെ സ്റ്റാൻഡ് ഊരി, കർത്തൃമേശയുടെ മാത്രം കാല് മടക്കി, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അവസാനം കാലുമായിട്ട് കിടന്നത് അത് ഞാൻ കണ്ടതാ. ഇവൻ ദൈവാലയത്തിലെ ഉപകരണങ്ങൾ എടുത്ത് ഉടച്ച് അടുത്തത് യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു. പൂട്ടി, പള്ളി പൂട്ടി. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ പള്ളി കയറുകയല്ല, കൊച്ചുമോൻ പള്ളി. അയ്യോ, എന്തോ ബുദ്ധിമുട്ടായി ഇവരുടെ കാലത്ത് ശുശ്രൂഷിക്കുന്നത്. യോവാശിന്റെ മകൻ അമസ്യാവ്, അമസ്യാവിന്റെ മകൻ ഉസിയാവ്, ഉസിയാവിന്റെ മകൻ യോധാം, യോധാമിന്റെ മകൻ ഹിസ്കിയാവ്, ഉസിയാവ്, ആകാശ്. യോധാമിന്റെ മകൻ ആകാശ്, ആകാശിന്റെ മകൻ ഹിസ്കിയാവ്. അപ്പം ഉസിയാവ് പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, യോധാം പള്ളിയിലോട്ട് കയറുകയല്ല, ആകാശ് പള്ളി പൂട്ടി. യവന്റെ മകൻ ഹിസ്കിയാവ്. അയാൾ ചെയ്തതോ? തന്നെ വായിക്കാന്ന് വരുന്നത്.
അവൻ ചെയ്തത് എല്ലാം വിവരിക്കാൻ നേരം അവനെ പള്ളിയുടെ കട്ടളയിലെല്ലാം വെച്ച പൊന്നെല്ലാം കൂടെ പിടിച്ച് പറിച്ച് അശൂർ രാജാവിനും കൊടുത്തു. നിങ്ങളാണ്ട് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഹിസ്കിയാവ് യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. ഹിസ്കിയാവ് ആ വെള്ളി ഭണ്ഡാരത്തിൽ കണ്ടത് മുഴുവൻ കൊടുത്തു. അടുത്തത്, ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളും കട്ടളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്ന് പറിച്ചെടുത്ത് ആശൂർ രാജാവിന് കൊടുത്തയച്ചു. എങ്കിലും ആശൂർ രാജാവ് മൊത്തം അങ്ങ് വായിക്കാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി, മോൻ പള്ളിയിലോട്ട് കയറുകയില്ല, കൊച്ചുമോൻ പള്ളി പൂട്ടി, കൊച്ചുമോന്റെ മകൻ പള്ളിക്കകത്തെല്ലാം പൊതിഞ്ഞു വെച്ചത് പറിച്ചെടുത്ത് അശൂർ രാജാവ് നീ കൊണ്ടുപോയിക്കോളാൻ കേസ് നടത്താൻ സ്വാതന്ത്ര്യാഴ്ച എടുത്ത്. ഇപ്പോൾ അതല്ലേ പലയിടത്തും നടക്കുന്നേ. ലേബർ ക്യാമ്പോ എന്തോ ക്യാമ്പുണ്ടല്ലോ ഇവിടെ, വളരെ ബുദ്ധിമുട്ടി. പിന്നെ മിണ്ടായിരുന്നത് എന്ത് കഷ്ടപ്പെട്ട സഹോദരങ്ങൾ, എന്ത് കഷ്ടപ്പെട്ട. ചിലപ്പം ഭക്ഷണം പോലും കഴിക്കാൻ ചില ശമ്പളം കിട്ടുന്നില്ല, ബുദ്ധിമുട്ടി. എല്ലാ ജോലിക്കും അതിൻ്റെ ബന്ധപ്പാടുണ്ടല്ലോ. ഞങ്ങളെപ്പോലുള്ള ദൈവനാസന്മാർ, വിശേഷിച്ച് നേതാക്കന്മാർ, ഞങ്ങളുമൊക്കെ, ഞാൻ നേതാവല്ല, മിടുക്കന്മാർ വരുമ്പോഴേ ഈ ദൈവമക്കൾ കൊടുക്കുന്ന പൈസയുടെ ഈ സ്വോത്ര കാഴ്ച അത് ഇവിടുന്ന് പിരിച്ചോണ്ട് പോയി നാട്ടിൽ കൊണ്ടുപോയി കോടതിയിലും കേസിലും, കുടുംബസ്വത്തൊന്നും വിറ്റല്ലല്ലോ കേസ് കിടത്തുന്നേ. ഇവിടുന്ന് കിട്ടുന്ന 1 രൂപയ്ക്ക് പോലും 2 കാശിന് കർത്താവ് പറഞ്ഞില്ലേ, അവൾ മുഴുവനല്ലേ ഇട്ടേ. അങ്ങനെ കിട്ടുന്ന അത് നാട്ടിലാന്നേലും ഇവിടെ ആന്നേലും എവിടെ ആന്നേലും, അമേരിക്കയിലാന്നേലും ചിലർ ധരിക്കുന്ന അമേരിക്ക ഡോളർ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുക, നമ്മൾ ചാക്കുമായിട്ട് ചെന്നങ്ങ് എല്ലായിടത്തും ബുദ്ധിമുട്ടിയ ഒരു ചില്ലി പൈസയ്ക്ക് വരെ വിലയുള്ളതാണ്. നാട്ടിലൊക്കെയാന്ന് റോഡ് പണിക്ക് പോകുന്നവരുണ്ട്, പാത്രം കഴുകാൻ പോകുന്ന സഹോദരിമാർ, നല്ല ജോലിയാണ്. തറ തുടയ്ക്കുന്നവര്, റോഡ് പണിക്കുന്നവര്, റബ്ബർ വെട്ടാൻ പോകുന്നവര്, എല്ലാ ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ടെന്ന്. എല്ലാ ജോലിക്കും മാന്യതയുണ്ട്. അതുകൊണ്ട് താഴ്ത്തി കെട്ടി പറയരുത്. ചെല്ലു പറയത്തില്ലേ എന്നാ ജോലി, തൂപ്പുകാരിയാ, അത് നല്ലതല്ലേ. നീ തൂക്കാതെ മാരാതിരിക്കുന്നതിൽ നല്ലത് അല്ലേ. എല്ലാ ജോലിക്കും അതിൻ്റെ മാന്യതയും ബഹുമാനവും ഉണ്ട്. അപ്പൊ അങ്ങനെ ലഭിക്കുന്ന നന്മ, ദൈവത്തെ ഭജിച്ചും ദൈവത്തെ ഭയപ്പെട്ടും ദൈവനാമത്തെ സ്നേഹിച്ചും കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ചുമായി കിട്ടുന്നത്, അത് ഈ വിധത്തിൽ കൊണ്ട് കൊടുക്കരുതെന്നായി പറഞ്ഞത്. ഇവൻ അശൂർ രാജാവിനോട് യോജിച്ചേച്ച് പറഞ്ഞു, നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാം, കപ്പം തരാന്ന്. നമുക്ക് അപ്പയുടെ കൽപ്പിച്ചു ഇത്ര തരാൻ. ഉടനെ തികഞ്ഞിട്ട് പള്ളിയുടെ അവിടെ ഒട്ടിച്ചു വെച്ച എല്ലാം കൂടെ പറിച്ച് കൊണ്ടുപോകാൻ പറഞ്ഞു. ഇവരുടെ കാലത്താണ് യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വം. ഉസിയാവ്, യോദ, ആഗാസ, ഹിസ്കിയാവ്. പിന്നെ അയാൾക്കൊരു മോനുണ്ടായിരുന്നു, അവൻ്റെ പേര് മനേഷെ. പേര് കേൾക്കുമ്പോൾ അറിയാം, ഷേയാ മനേഷെ. അവൻ അതിലും വിദ്വാനാ. ഇനി ഈ ഹിസ്കിയാവിനെ പറ്റി ഒരു പ്രയോഗമുണ്ട്. ആ 15-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ ദൈവദാസി, വായിച്ചേ. ഇപ്പം വായിച്ച 15-ാം വാക്യം. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം. യഹോവയുടെ ആലയത്തിലും രാജധാനിയിലെ ഭണ്ഡാരത്തിലും കണ്ട വെള്ളിയൊക്കെയും കൊടുത്തു. അടുത്തത്, ആ കാലത്ത് യഹൂദ രാജാവായ ഹിസ്കിയാവ് മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് ആശൂർ രാജാവിന് കൊടുത്തയച്ചു. ഇങ്ങോട്ട് നോക്കിയേ, പൊതിഞ്ഞു വെച്ചത് മുഴുവൻ പറിച്ചെടുത്ത് കൊടുത്തു. ദൈവത്തിന് മഹത്വം. ഇവന് ആ 18-ന്റെ വേറൊരു കാര്യം കൂടെ പറയാം. ദൈവാലയത്തില് ദൈവത്തിന് വേണ്ടതെല്ലാം കൂടെ പറിച്ചെടുത്ത്. ഇത് എത്രാം വാക്യം വായിച്ചേ? 18-ന്റെ 15-ഉം 16-ഉം. 15. ഇനി 18-ന്റെ 3-ാം വാക്യം വായിച്ചേ.
അവൻ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. അവൻ പൂജാഗിരികളെ നീക്കി വിഗ്രഹസ്തംഭങ്ങളെ തകർത്ത് ആശേര പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് മോശ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെയും ഉടച്ചു കളഞ്ഞു. മോശെ ഉണ്ടാക്കിയ താമ്രസർപ്പത്തെ ഉടച്ചു കളഞ്ഞു. അടുത്ത പദം. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി വന്നു. ആ കാലം വരെ ഇസ്രായേൽ മക്കൾ അതിന് ധൂപം കാട്ടി. സംഖ്യ 21 ഉയർത്തിയ പിച്ചള സർപ്പത്തെ ഇവർ കളയാറ് കൂടെ കൊണ്ട് നടന്ന് അത് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് വർഷങ്ങളായിട്ട് അതിന് ധൂപം കാട്ടി. ഇവന്റെ ഭരണത്തിന്റെ ആരംഭ സമയത്ത് അതവൻ ഉടച്ചു. അങ്ങനെ ശുദ്ധീകരണം നടത്തിയ ആളാ അയാൾ. ഇപ്പം ഇതെല്ലാം കൂടെ വലിച്ചു പറിച്ച് ശത്രുവിനെ ഭയപ്പെട്ടു. ദൈവത്തിൽ നിന്നകുമ്പോൾ അകലുമ്പോൾ ആ ശത്രുവിനെ പേടി. ദൈവത്തിൽ നിന്ന് അകലുമ്പം ശത്രുവിനെ ഭയമാണ്. ദൈവത്തോട് പറ്റി നിന്നാൽ ഒന്നും പേടിക്കണ്ട. ഇനി ഇവനൊരു മകനുണ്ടായിരുന്നു മനേഷെ. അവൻ ചെയ്തത് എന്നാന്നറിയാമോ? എല്ലാം വിവരിക്കാൻ നേരമില്ല. 21 അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചേ. മനേഷെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 12 വയസ്സായിരുന്നു. പിന്നെ അവൻ 55 സംവത്സരം യെരൂശലേമിൽ വാണു. അവന്റെ അമ്മയ്ക്ക് ഹെപ്സീബ എന്ന് പേർ. നല്ല പേരൊക്കെയാ, ഹെപ്സീബ. എന്നാൽ യഹോവ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ഛതകൾക്കൊത്തവണ്ണം അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. എങ്ങനെയുണ്ട്? ഇവന്റെ അപ്പൻ നെഗുസ്ഥാനെ തട്ടിയതാ, മകൻ നേരെ എതിരാ. എല്ലാം വായിക്കാൻ നേരമില്ല. ഇവൻ ചെയ്തത് 7-ാം വാക്യം വായിച്ച ജോൺ വർഗീസ്. ഈ ആലയത്തിലും ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന യെരൂശലേമിലും ഞാൻ എന്റെ നാമം എന്നേക്കും സ്ഥാപിക്കുമെന്ന് യഹോവ ദാവീദിനോടും അവന്റെ മകനായ ശലോമോനോടും അരുളി ചെയ്ത ആലയത്തിൽ താൻ ഉണ്ടാക്കിയ അശേര പ്രതിഷ്ഠ അവൻ പ്രതിഷ്ഠിച്ചു. നല്ല ഫാമിലി അല്ലേ? ഇനി ഓർഡറായിട്ട് പറയാം. വല്യപ്പൻ പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കി. മോൻ പള്ളിയിലോട്ട് കയറുകയില്ല. കൊച്ചുമോൻ പള്ളി പൂട്ടി. കൊച്ചുമോന്റെ മകൻ പള്ളി വെച്ചിരുന്നതെല്ലാം പറിച്ച് ശത്രുവിന് കൊടുത്തു. പുള്ളിയുടെ മകൻ അതിനകത്ത് കൊണ്ട് ബിംബം സ്ഥാപിച്ചു. പെന്തിക്കോസിന്റെയും 4-5 തലമുറ വന്നപ്പോൾ ഇതാ ഇപ്പം നടക്കുന്നത്. നിങ്ങൾ ഇണങ്ങിയാലും കൊള്ളാം, പിണങ്ങിയാലും കൊള്ളാം. അല്ല, നിങ്ങളെ ഈ പക്ഷം പിടിച്ച് ചിന്തിക്കരുത്, നിഷ്പക്ഷമായിട്ട് ചിന്തിക്കണം. ആരംഭകാലത്തിറങ്ങിയ പിതാക്കന്മാർ, പ്രാരംഭ സമയത്ത് ഇതിന് വില കൊടുത്തവർ, ചുമല കൊടുത്തവർ, ഉപദേശത്തിലും പ്രമേണത്തിലും നിന്നവർ, അവരുപേക്ഷിച്ചതും കളഞ്ഞതും വേണ്ടാന്ന് വെച്ചതല്ല ഇപ്പം പള്ളിക്കകത്ത് കൊണ്ട് പ്രതിഷ്ഠിച്ചു. ഫാമിലിയൊക്കെ നല്ലതാ. നമ്മൾ പറയാം ഞങ്ങൾ റോയൽ ഫാമിലിയാണ്. പിന്നെ ചില പറയുന്നത് ഞങ്ങൾ അരിസ്റ്റോക്രാറ്റ്. മറ്റവനോ? പക്ഷേ കാണിക്കുന്ന കാട്ടായോ? നമുക്ക് ആ വിഷയം വിട്ടേക്കാൻ. ചിലരുടെ മുഖത്തൊരു മ്ലാനത. നിങ്ങൾ ദൈവദാസന്മാരും ഒക്കെ വചനം ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കൊന്ന് പോയെന്നേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. ആത്മീയ ലോകത്തിതാ വന്നിരിക്കുന്നത്. ഇതാരേലും ഒരാൾ എതിർത്ത് പറഞ്ഞ ഉടനെ എല്ലാവരുടെ വട്ടം വിട്ട് അവന് അതിന് നാട്ടിലൊരു ഭാഷ പറയാം, നമ്മുടെ ഭാഷയല്ല, പൊങ്കാല ഇടുക. എനിക്ക് പിന്നെ ഇതൊന്നും വിഷയമല്ല, നിന്റെ പാട്ട് നോക്കണമെന്ന് ഞാൻ പറയും. എന്നെ ആരെങ്കിലും ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ, എനിക്ക് അവസരം കിട്ടിയാൽ മനഃപൂർവ്വമായിട്ടൊന്നും പറയത്തില്ല. പറഞ്ഞു വരുന്ന മൂച്ചിന് അത് തീർത്ത് പറഞ്ഞിരിക്കും. സ്തോത്രം. എനിക്ക് അവിടെ കണക്ക് കൊടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് ദൈവദാസന്മാർക്കാണെങ്കിലും ഇത് അറിയാൻ പാടില്ലായിട്ടല്ല. അവരും പേടിച്ചും ഭയപ്പെട്ടും വല്ല ജാതിയോ അത് 3 കൊല്ലം തയ്ക്കണം. തന്നെയല്ല ഇവിടുന്ന് പെട്ടെന്ന് പോയി ആ നാട്ടിലോട്ട് ചെന്നിട്ട് എന്നെ എടുക്കാൻ അവിടെ സഭ ചാർജ് കിട്ടാനെങ്കിൽ ക്യൂ നിൽക്കുക. റിട്ടയർഡ് ആയതും റിട്ടയർഡ് ആകാത്തതും ഇഷ്ടം പോലെ ഉണ്ട്. ഒരുത്തനൊന്നും വീഴാൻ നോക്കി നിൽക്കുക, ആടി കയറാം. അപ്പം ഉള്ളത് എന്തിനാ കളയൊന്നും തോർത്ത് എല്ലാവരും പമ്മി കുറ്റമല്ല, സാഹചര്യം കൊണ്ടായിരിക്കാം, ഞാൻ എതിർക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. പക്ഷേ ഒരു ദിവസം
ഞാനും നിങ്ങളും എല്ലാം കണക്ക് കൊടുക്കണം. ദൈവത്തിന് മഹത്വം. അപ്പൊ ഉസിയാവ്, യോദാം, ആഹാസ്, ഹിസ്കിയാവ് 4 പേര് വമ്പന്മാര്. ഇവരുടെ കാലത്തായി യെശയ്യാവ് ശുശ്രൂഷിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ രാജാക്കന്മാരുടെയൊക്കെ കാലത്ത് യെശയ്യാവ് ശുശ്രൂഷിക്കാൻ അദ്ദേഹത്തെ ഇതിനെ പ്രാപ്തനാക്കിയതിന്റെ വിഷയം എന്നാന്ന് പറയാം. പള്ളിക്കകത്ത് വഴക്കുണ്ടാക്കുന്നവൻ, പള്ളി പൂട്ടുന്നവൻ, പള്ളി കയറാത്തവൻ, പള്ളിക്കകത്ത് സാധനം എടുത്ത് വിൽക്കുന്നവൻ, പള്ളിക്കകത്ത് കൊണ്ട് ആവശ്യമില്ലാത്തത് കൊണ്ട്, ഞാൻ പറഞ്ഞാൽ ലൈവാ, നിങ്ങൾ മറ്റു രീതിയിലുണ്ട്. എവിടെ എന്താണെന്നൊന്നും ഇപ്പം ചോദിക്കരുത്. ഇത്ര നേരം ഇരുന്ന് ഉറങ്ങുമായിരുന്നു, ഞാൻ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ശ്രദ്ധിച്ചേ, എവിടാന്നൊന്നും ചോദിക്കരുത്, പറയത്തില്ല. പള്ളിക്കകത്ത് കൊണ്ടുവന്ന് പണ്ടത്തെ കാര്യമല്ലേ, അടുത്ത കാലത്ത് നടന്നതാ, ഇപ്പോഴും നടക്കുന്ന കേൾക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് യൂത്ത് കൂടും, ഇടയ്ക്കിടയ്ക്ക് യൂത്ത് മീറ്റിംഗ്. എല്ലാവരും മോശക്കാരല്ല, യൂത്ത് എല്ലാം മോശമല്ല, നല്ല യൂത്തുണ്ട്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശകെടുത്ത് വേർപാടിൽ ജീവിക്കുന്ന അനേകം യൗവനക്കാരികളും ഉണ്ട്. പക്ഷെ അതിൻ്റെ മറവിൽ ഒരു ദിവസം പിടികൂടും ദൈവം. ഭയമില്ല, ദൈവത്തെ ഭയമില്ല, ദൈവത്തെ ഭയവുമില്ല, ദൈവമായിട്ട് ബന്ധവും ഇല്ല. എന്നാൽ ഈ വമ്പന്മാരുടെ കാലത്ത് യെശയ്യാവ് ഈ ശുശ്രൂഷ ചെയ്യാൻ കാര്യം എന്നാ? അതിൻ്റെ ഘടകം വേണ്ടേ? അതിനെ ഒറ്റ വാക്കി പറയാം. ഞാനിങ്ങനെ പറഞ്ഞ എടുത്ത് കുറുവാക്യത്ത് വരാനൊക്കത്തില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ. കോൺബർഗീസ് പറഞ്ഞു പോട്ടെന്ന്. പണ്ടൊരാൾ പറഞ്ഞ പോലെ ചിങ്ങം വരെ പോട്ടെന്ന് പറഞ്ഞ പോലെ പോട്ടെ. അല്ലെ, ദൈവോജനമല്ലേ. ഈ കൊലകമ്പന്മാരുടെ കാലത്ത് യെശയ്യാവ് യാതൊരു സങ്കോചവും കൂടാതെ, യാതൊരു പ്രയാസം കൂടാതെ ശുശ്രൂഷിക്കാൻ കാരണം പറയാം. ഒറ്റ വാക്കി പറഞ്ഞാൽ അദ്ദേഹം യേശുക്രിസ്തുവിനെ കണ്ടു. അതാ ഇങ്ങനെ ശുശ്രൂഷിക്കാൻ കാരണം. യെശയ്യാ പ്രവാചകൻ ക്രിസ്തുവേശുവിന്റെ തേജസ് കണ്ടവനാ. അങ്ങനെ കണ്ടവർക്ക് ഇങ്ങനെയൊക്കെ ശുശ്രൂഷിക്കാൻ പറ്റുള്ളൂ. ഉണ്ണുണ്ണി സാറിനെ കണ്ടോണ്ടിറങ്ങിയവർക്ക് ഒക്കത്തില്ല, GM വർഗീസിനെ കണ്ടവർക്കും ഒക്കത്തില്ല, കുഞ്ഞുമ്മച്ചൻ ഏജിയുടെ ജോർജ് ബർഗിനെ മേരി ചാമാനെയും കണ്ടവർക്കും ഒക്കത്തില്ല, കല്ലുമല കുഞ്ഞുമാനച്ചാനെ കണ്ടവർക്കും ഒക്കത്തില്ല, TPM ചീഫ് പാസ്റ്റർ ചാണ്ടപ്പിള്ളയെ കണ്ടവർക്കും ഒന്നും ഒക്കത്തില്ല. പക്ഷേ യേശുക്രിസ്തുവിനെ കണ്ടവർക്കും നടക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യെശയ്യാവിനെ പറ്റി പറയുന്നത്, യെശയ്യാവ് യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടെന്നാ. ജോൺ വർഗീസ് മാസ്റ്റർ ഒരു വാക്യം വായിച്ചേ, യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 41-ാം വാക്യം. യോഹന്നാൻ 12:41. മതി. യെശയ്യാവ് ദൈവത്തിന് അതിന്റെ മേളിൽ ഇൻവെർട്ടർ കോമാക്കാത്തൊരു വാക്യം ഉണ്ടല്ലോ, അവർ കണ്ണുകൊണ്ട് കാണുക. അതേത് വാക്യമാണെന്ന് ചോദിച്ചാൽ 6-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം. യെശയ്യാവ് 6-ന്റെ 9-ഉം 10-ഉം വായിച്ചേ. യെശയ്യാവ് 6-ന്റെ 9-ഉം 10-ഉം. പെട്ടെന്ന്. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടു. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും. അവരുടെ എന്നെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വായിക്കും, അങ്ങ് കിടന്ന് വായിക്കാറ്. ഇവരുടെ ഹൃദയം കടിപ്പിക്കുകയോ മതി, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ. ഇവരുടെ ഹൃദയം ഈ വിഷയമാണ്. യോഹന്നാൻ 12-ന്റെ 40 മുതൽ
അതിന്റെ മേളിൽ എഴുതിയിരിക്കുന്നത്. അതെടുത്ത് പറഞ്ഞേച്ച് 12:40 പറയുകയാ, യെശയ്യാവ് യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടു. എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഞാനും നിങ്ങളും കാണേണ്ടത് യേശുക്രിസ്തുവിന്റെ തേജസ്സാ. പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിന്റെ തേജസ്, യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടവർക്ക് ഈ കൊലകമ്പന്മാരുടെ കാലത്ത് ശുശ്രൂഷിക്കാം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല, നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖം ഒന്നുമില്ല. പരപരമേശ നീയത്രയന്റെ സ്ഥാനം. ആമേൻ. പരപരമേശ പരമരുളീശ നീയത്രയന്റെ സ്ഥാനം. കാർമേഘത്തിനുള്ളിലും ഞാൻ ഇന്നും സൂര്യശോഭ കാണും. ഓ പരപരമേശ ജീസസ്. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. എന്റെ കൂട്ടുവേലക്കാരാകുന്ന ബഹുമാന്യ കർത്തദാസന്മാരോട് ഇന്ന് രാത്രി പറയട്ടെ, യേശുക്രിസ്തുവിന്റെ തേജസ് കണ്ടാൽ, യേശുക്രിസ്തുവിനെ നന്നായി രുചിച്ചാൽ, യേശുക്രിസ്തുവിനെ നന്നായിട്ട് അനുഭവിച്ചാൽ നമുക്ക് ഇവിടെ നടക്കുന്ന ഒന്നും വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. പള്ളി പൂട്ടുന്നവൻ വരട്ടെ, പള്ളി വഴക്കുണ്ടാക്കുന്നവൻ വരട്ടെ, പള്ളിയുടെ സാധനം മോട്ടിക്കുന്നവൻ വരട്ടെ, നമുക്കതൊന്നും വിഷയമല്ല. അവൻ കാണേണ്ടവനെ കണ്ടാൽ, എറിയേണ്ടവനെ അറിഞ്ഞാൽ, രുചിക്കേണ്ടവനെ രുചിച്ചാൽ, അനുഭവിക്കേണ്ടവനെ അനുഭവിച്ചാൽ, ഇന്ന് രാത്രിയിലും ദൈവം നിന്റെ മേൽ പ്രത്യേക അഭിഷേകം പകരും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ ഹോളിൽ കൂടിയ സകല ആൾക്കാരും ഇന്ന് രാത്രി യേശുവിന്റെ തേജസ് കാണട്ടെ. ഇതിനകത്ത് വന്ന സകല ആൾക്കാർ ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ തേജസ്. ദൈവത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ഉസിയാവ്, യോനാം, ആഹാസ്, ഹിസ്കിയാവിന്റെ ഒക്കെ കാലത്ത് ഇദ്ദേഹം ധൈര്യത്തോടെ ശുശ്രൂഷിച്ചതിന്റെ കാര്യം ഏതാ? യേശുക്രിസ്തുവിനെ കണ്ടു, തേജസ് കണ്ടു. അതെങ്ങനെയാ കണ്ടെന്ന് കൂടെ പറയാം, വിവരിക്കുന്നില്ല. ഒരു വാക്യം നമുക്കെല്ലാം വളരെ തിട്ടമാണ്. 53-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. 53 മുഴുവൻ അവിടുത്തെ കഷ്ടാനുഭവങ്ങളെ കുറിക്കുന്ന പ്രവചന സൂക്തങ്ങളാണല്ലോ. അവിടുത്തെ തിരുമരണവും പങ്കപ്പാടും വ്യതകളുമല്ല. ഇനി ആ ദൈവരാശി വായിച്ചാട്ട് 6-ാം വാക്യം. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ കുഞ്ഞാട് നിർത്ത കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട്. അപ്പം 53-ൽ കുഞ്ഞാടിനെ കണ്ടു. അത് കൊല്ലുവാൻ കൊണ്ടുപോകുന്ന. ഇനി 6-ാം അധ്യായത്തിന്റെ ഒന്ന് വായിച്ചേ. യെശയ്യാവ്. കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ ഇവിടെ സിംഹാസനം കണ്ടു. 6-ാം അധ്യായത്തിൽ സിംഹാസനം കാണുന്നു. 53-ൽ കുഞ്ഞാട്. ഇനി വെളിപ്പാട് പുസ്തകം 5-1 വായിക്കണം. വെളിപ്പാട് 5-1. അവൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. വിഷയത്തോട് ചേർന്ന് നിൽക്കണം. 6-1 ദൈവരാശി തന്നെ വായി. 6-1 5-1 വെളിപ്പാട്. അവൻ സിംഹാസനത്തിൽ അവിടെ സിംഹാസനം കാണുന്നു. യെശയ്യാവ് 6-ൽ സിംഹാസനം, 53-ൽ കുഞ്ഞാട്. വെളിപ്പാട് 5-ൽ സിംഹാസനം കാണുന്നു. ഇനി വെളിപ്പാട് 5-6 വായിച്ചേ. 5-6. സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട്. അപ്പം 5-1 സിംഹാസനം കാണുന്നു, 5-6 കുഞ്ഞാട്. ഇനി 7-ാം വെളിപ്പാട് 7-ാം അധ്യായത്തിന്റെ 10 വായിച്ചേ.
7:10 രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെ. അവിടെ സിംഹാസനവും കുഞ്ഞാടും അടുത്ത് കാണുന്നു. യെശയ്യാവിൽ സിംഹാസനം 6 കാണുന്നു, 53 കുഞ്ഞാട് കാണുന്നു. വെളിപ്പാട് 5:1 സിംഹാസനം കാണുന്നു, 5:6 കുഞ്ഞാട് കാണുന്നു. വെളിപ്പാട് 7:10 സിംഹാസനം കുഞ്ഞാട് ഒന്നിച്ച് കാണുന്നു. ഇനി 7:17 കൂടെ വായിച്ച ആ ഭാഗം വിടാം. സിംഹാസനത്തിന്റെ മധ്യേ ഉള്ള കുഞ്ഞാട് മതി, അടുത്തടുത്ത് കണ്ടു. ഇതാ യെശയ്യാവ് കണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിക്കുക, യെശയ്യാവ് ഈ പ്രഗൽഭന്മാരുടെ കാലത്ത് ശുശ്രൂഷിക്കാൻ തന്നെ പ്രാപ്തനാക്കിയ ദൈവകൃപ യേശു ക്രിസ്തുവിന്റെ തേജസ് കണ്ടു. 6-ാം അധ്യായത്തിൽ സിംഹാസനം കാണുന്നു, 53 കുഞ്ഞാടിനെ കാണുന്നു. ഒറ്റ വാക്ക് പറഞ്ഞാൽ കുഞ്ഞാടിനെ സിംഹാസനത്തെയും കണ്ടു. 6-ാം അധ്യായത്തിന്റെ 1 നമ്മൾ സാധാരണ അങ്ങനെ പറയുന്ന 6:1 വായിച്ചേ. ഉസിയ രാജാവ് മരിച്ചയാണ്ടിൽ. ഞങ്ങൾ ഈ ബൈബിൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം പ്രസംഗിക്കാൻ എടുക്കുന്ന വാക്യം ഇതാ. ഏതാ? നിന്റെ ജീവിതത്തിന്റെ ഉസിയാവ്. അല്ല, അത് കേട്ട് ബലപ്പെട്ട അമ്മമാരും ഉണ്ട് കേട്ടോ. ഉസിയാവ് മരിച്ച ആണ്ടെന്ന് കാലക്കണക്ക് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആണല്ലോ, ഓരോരുത്തരുടെ കാലം അനുസരിച്ചല്ലേ. ആ കാലത്ത് യെശയ്യാവ് ക്രിസ്തുവിനെ കണ്ടു, അത്രേ ഉള്ളൂ. കാരണം വേറെ മരിച്ചവരുടെ കാര്യം പറയുന്നില്ല. 14:28 വായിച്ചേ. യെശയ്യാവ് 14:28. ആഹാസ് രാജാവ് മരിച്ച ആണ്ടിൽ അവിടെ അത്ര മതി. ഞാൻ എൻ്റെ കൂടെ നിൽക്കേ. ആഹാസ് രാജാവ് മരിച്ച അത്ര മതി. അവിടെ പറഞ്ഞു. അപ്പൊ അതിന്റെ ജീവിതത്തിന്റെ ആകാശം മരിക്കുക എന്തിനാ അങ്ങനെ പറയാൻ? അപ്പൊ ഈ കാലക്കണക്കൊന്ന് തെളിയിക്കാൻ കൊടുത്തതേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം, ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. 6-ാം അധ്യായത്തിൽ ഉസിയാവ് മരിച്ചു. ഇവര് ബന്ധുക്കാരാ, കസിൻസാ. അപ്പൊ പുള്ളിക്ക് വലിയ മനപ്രയാസം ഉണ്ടായി. മനപ്രയാസം അതിന് പറയുന്നത്, ഈ ഉസിയാവ് മരിച്ചപ്പം യെശയ്യാവിന് വലിയ മനപ്പീടയുണ്ടായി. ഇനി ആരായി സിംഹാസനത്തിലിരുന്ന് ഭരിക്കുന്നത്? ഇതുപോലൊരു നല്ല ഭരണം. കാരണം ഉസിയാവിനെ പറ്റി വായിക്കുന്നത്, പുള്ളിയുടെ കാലത്ത് ഈ അഗ്രികൾച്ചർ വളരെ നല്ലതായിരുന്നു. ഉസിയാവിൻ്റെ കാലത്ത് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്തുവാ, കൃഷി. ഈ അഗ്രികൾച്ചർ ഉള്ളിടത്തേ കൾച്ചറുള്ളൂ. എന്നാ കൾച്ചർ ഇല്ലാത്തത്? അഗ്രികൾച്ചർ ഇല്ല. ഞാൻ തമാശ പറഞ്ഞതല്ല. ബാബുജാനൊക്കെ അറിയാം. പുറകോട്ടൊരു 50 കൊല്ലം മുമ്പ് നമ്മുടെ പിതാക്കന്മാർ ചേർത്തെ അഗ്രികൾച്ചർ നല്ലതായിരുന്നു, കൾച്ചറും ഉണ്ടായിരുന്നു, ബഹുമാനം, ആദരവ് അല്ലേ ഉണ്ടായിരുന്നു. കപ്പയും ചേനയും കിഴങ്ങും വീട്ടിൽപ്പെട്ട സാധനങ്ങൾ ചന്തയ്ക്ക് കൊണ്ടുമ്പോൾ ആ വീട്ടിൽ നിന്ന് അപ്പച്ചൻ ഇറങ്ങും, ഹൂയ്. അപ്പോൾ അടുത്ത വീട്ടിലെ പുള്ളി ഒന്ന് കൂവി ഇറങ്ങി, എല്ലാവരോടും അവിടുന്ന് ഇവിടുന്ന് ഇറങ്ങി ഒന്നിച്ച് റോഡിൽ വന്ന് ചന്തയിലോട്ട് പോകും, വിൽക്കും, തിരിച്ചെല്ലാവരോടും ഒന്നിച്ച് നല്ല കളിച്ച്. ഇപ്പോഴോ? ഇപ്പം എല്ലാവരും വലിയ വീട് പണിത് വലിയ ഗേറ്റും ഒക്കെ ഇട്ട് ആമത്താഴും ഒക്കെ ഇട്ട് പൂട്ടി 2 പാട്ടി, ആരും ഒരു സഹകരണം. അപ്പുറത്തെ വീട്ടിൽ തൊലഞ്ഞാൽ പോലും ഒരുത്തൻ. കൾച്ചറെല്ലാം പോയില്ലേ? പോയി. അല്ല, നിങ്ങൾ ചരിത്രം പഠിക്കുന്നവരൊക്കെ അഗ്രികൾച്ചറിൽ നിന്നായി കൾച്ചർ വന്നത്. അതിൽ നിന്നാ വന്നത്. ഇവിടെ ഇച്ചിരി പച്ചക്കറി കിട്ടി, ഇച്ചിരി പാവയ്ക്ക കൂടുതൽ കിട്ടി, നമ്മൾ അപ്പുറത്തെ വീട്ടിൽ കൊടുക്കുക. അവിടെ 2 പടവലമുണ്ട്. കണ്ടോ സഹകരണം? കണ്ടോ? ഇപ്പോഴോ? ഇപ്പം വീട്ടിൽ ഇരുന്ന് കുത്തുമ്പള്ളേ പാവയ്ക്ക വീട്ടിൽ വരും. അവൻ വന്നവരടിക്കും പാവയ്ക്ക, എടി പാവയ്ക്ക. മീൻ ഉടനെ കുത്തി തോണ്ടി മാന്തി. എന്നാൽ ഇല്ലേ, ഒരു സഹകരണമില്ലല്ലോ. അപ്പൊ ഉസിയാവിനെ പറ്റി വായിക്കുന്നത്, പുള്ളി കൃഷിപ്രിയനായിരുന്നെന്ന. കൃഷിപ്രിയനും ജലസേചനമൊക്കെ പുള്ളിയുടെ കാലത്താ. ഒരു വാക്യം വചനത്തിൽ നിന്ന് ഞാൻ തെളിയിക്കാം. നിങ്ങളുടെ അവിടെ ഇരുമ്പോൾ ഞാൻ ഒപ്പിച്ചാന്ന് തോന്നുന്നു. ഇതെല്ലാം വേറെ പുസ്തകത്തിലുള്ള കാര്യമായി പറയാനേ. ഞാൻ ഈ വായിപ്പിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ചില ആൾക്ക് പറഞ്ഞ് അയാൾക്ക് ബോധവും വരില്ല, വായി വരുന്നതല്ല അയാൾ വായി വരുന്നതാന്നോടായി പറയാനേ. എൻ്റെ വായി വരുന്നത് വേറെ പുസ്തകത്തിലെ വാക്യം, അതിനല്ലേ വായിപ്പിക്കുന്നേ.
ആ മാന്യ സഹോദരി ഇതെല്ലാം സഹിച്ചങ്ങ് വായിക്കുക. എന്നാൽ അവരുടെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്, ചായയും കാപ്പിയും എല്ലാം തരിക എന്ന് വെച്ച് വായനയ്ക്ക് അപാകത വന്നാൽ പറയാതിരിക്കാൻ പറ്റുമോ? നാളെയും തരണം ചായയും കാപ്പി, പോകുന്നത് വരെ എന്നെ അവിടെ താമസിപ്പിക്കുകയും ചെയ്യണം. അവർ ഷിബു വളരെ മാന്യമായിട്ടാണ് ഇടപെടുന്നത്. അത് വേറെ പണ്ടൊരാൾ, അത് ഇത് അപ്പം എന്നാലും ആ പാവം പേടിച്ചങ്ങ് വായിച്ച് സഹായിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പം ഞാനീ വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, വായി വരുന്നതെല്ലാം വിളിച്ച് പറയുന്നതല്ല, വേറെ പുസ്തകത്തിലെ കാര്യമാണ്. ഉസിയാവ് മരിച്ചപ്പം യെശയ്യാവിന് മനപ്പീട വന്നു. കാരണം പുള്ളി ജലസേചന പദ്ധതിയൊക്കെ നന്നായിട്ടാക്കിയ ആളാണ്, കൃഷിപ്രിയനുമായിരുന്നു. ഒരു വാക്യം വായിക്കണം, ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 26-ാം അധ്യായത്തിന്റെ 9-10. ഉസിയാവ് യെരൂശലേമിൽ കോൺവാതിൽക്കലും താഴ്വര വാതിൽക്കലും തിരുവിലും ഗോപുരങ്ങൾ പണിത് ഉറപ്പിച്ചു. അടുത്തത്, അവന് താഴ്വീതിയിലും സമഭൂമിയിലും വളരെ കന്നുകാലികൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിതു. അടുത്തത്, അനേകം കിണറും ജലസേചന പദ്ധതി കിണർ കുഴിച്ചു. പിന്നെ അവൻ കൃഷിപ്രിയനായിരുന്നു. അപ്പൊ ജലസേചന പദ്ധതിക്കും അഗ്രികൾച്ചറിനും മിടുക്കനായിരുന്നു ഉസിയാവ്. അതുകൊണ്ട് രാഷ്ട്രത്തിന് അതിന്റെ പുരോഗതി ഉണ്ട്. കൃഷിയില്ലാത്ത മുഴുവൻ രാജ്യവും ഒരു പ്രശ്നം വരട്ടെ. നമ്മുടെ നാട്ടിൽ ഇപ്പം നെൽകൃഷി ഇല്ല, പിന്നെ ഗുജറാത്തിൽ നിന്ന് ഗോതമ്പ് വരുന്ന നോക്കിയിരിക്കുക. അതും ഉരുട്ടി വെച്ച 2 ചപ്പാത്തി ജനലെ പിടിച്ചോണ്ട് കടിക്കണം. കാരണം ചപ്പാത്തി കമ്പിപടി പോലെ നിൽക്കുക. ചപ്പാത്തി വെക്കും ജോർജ് കുട്ടി എന്നാ താമസം എന്നാന്ന് അല്ലേ. പിന്നെ പ്രായമുള്ളവർ പിച്ച് കീറിയിട്ടേച്ച് പറയും, സൂസമ്മയെ കുറച്ചേറെ ഗ്രേവി ഒഴിച്ചേച്ച് കുറേ നേരം വർത്താനം പറയാം, എന്നാലും ഇത് കിടന്നു. ഞാൻ തമാശ പറഞ്ഞതല്ല. അപ്പൊ ഉസിയാവ് കൃഷിയിലും ജലസേചനത്തിലും രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വളരെ യത്നിച്ചയാളാണ്. ആ പുള്ളി മരിച്ചപ്പോ യെശയ്യാവിന് മനപ്പീട. കാരണം ഉസിയാവ് ഈ സിംഹാസനത്തിൽ കുഴപ്പടി ഉണ്ടെന്ന് അവിടെ നിൽക്കട്ടെ, രാജ്യത്തിന് പുരോഗതിയും മെച്ചവും വന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഓർക്കപ്പുറത്ത് പുള്ളി മരിച്ചപ്പോൾ യെശയ്യാവിന്റെ ഹൃദയത്തിൽ, ദൈവമേ, ഇനി ആരാ ഭരിക്കുന്നത്, ഇത് ആര് കൊണ്ടുപോകും? അപ്പം ദൈവം പറഞ്ഞു, യെശയ്യാവേ, ഉസിയാവ് ഈ സിംഹാസനത്തിൽ ഇരുന്ന് മരിച്ചു, പക്ഷേ ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിപ്പുണ്ട്. അവൻ ഇവിടുത്തെ സിംഹാസനത്തിൽ ഇരുന്ന് നാട് നീങ്ങി, പക്ഷെ ഒരു കാര്യം പറയാ, ഉയർന്നും പൊങ്ങിയും ഒരു സിംഹാസനത്തിൽ അവൻ നമ്മെ നടത്തുവാൻ ഒരുവനുണ്ട്. നിന്നെ ഭരിക്കുവാൻ ഒരുവൻ ഉയരത്തിലുണ്ട്, നിന്നെ പുലർത്തുവാൻ ഒരുവൻ ഉയരത്തിലുണ്ട്, നിന്നെ സംരക്ഷിക്കുവാൻ ഒരുവൻ ഉയരത്തിലുണ്ട്. ഇന്ന് രാത്രിയിൽ ആരെങ്കിലും നിരാശയോടെ ഭാരത്തോടെ എന്നെ കേൾക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ പൈതലേ, നിന്നെ ഭരിക്കുവാൻ, നിന്നെ പുലർത്തുവാൻ, നിന്നെ നടത്തുവാൻ നിന്റെ ദൈവം വിശ്വസ്തൻ. കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തുകള്ള പൂരയൊന്നു നിറയ്ക്കുന്നില്ല. ഓ കാക്കകളെ നോക്കിടുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്തുകള്ള പൂരയൊന്നും നിറയ്ക്കുന്നില്ല. വയലിലെ താമരകൾ വളരുന്നല്ലോ, നന്നായി വാനിലെ എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ല. നിനച്ചിടുമ്പോ എനിക്കായി ഈ കത്തിലില്ലേ ഒന്നു ചുമത്തുന്നൻ, ദൈവത്തെ മഹത്വപ്പെടുത്ത്. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഭാര്യയോ ഭർത്താവോ വേണ്ടപ്പെട്ടവരോ നമ്മളെ സഹായിക്കുന്നവരോ, ദൈവദാസന്മാരോടൊക്കെ പറയാ, കൂടുതൽ ദശാംശം തരുന്ന ഒരു വിശ്വാസി മാറ്റപ്പെടുമ്പോഴോ,
അല്ലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ കർത്താവിൻ്റെ സമയത്ത് മാറ്റപ്പെടുമ്പോഴോ, വാടക തന്നുകൊണ്ടിരിക്കുന്നയാളത് നിർത്തുകയോ അല്ലെ വേണ്ടാന്ന് വെക്കുകയോ ചെയ്യുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. സ്തോത്രം. ജോലി നഷ്ടപ്പെടുമ്പോഴും നിരാശപ്പെടരുത് കേട്ടോ. അയ്യോ നാളെ എങ്ങനാകും, സാലറി തരാതിരുന്നാലും ഭാരം വരും, പക്ഷെ തകർന്നു പോകരുത്. ഉയർന്നും പൊങ്ങിയ ഒരു സിംഹാസനത്തിൽ നിനക്ക് വേണ്ടി ഒരുവൻ ഇരിപ്പുണ്ടെന്ന്, നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, നിന്നെ നടത്തുവാൻ, പുലർത്തുവാൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഉയരത്തിൽ ഒരുവൻ ഇരിപ്പുണ്ട്.